നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടുകയാണ്. നിങ്ങൾക്ക് ടെൻഷൻ കയറുന്നു, നിങ്ങളുടെ ബ്രീതിങ് ഭയങ്കരമായിട്ട് കൂടുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ കൈയും കാലും മരവിക്കുന്ന പോലെ തോന്നുന്നു, തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഇത് ആക്ച്വലി പാനിക് അറ്റാക്ക് ആണ്. റിസർച്ചുകൾ പറയുന്നത് 3-ൽ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാനിക് അറ്റാക്ക് വരുമെന്നാണ്. ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും പാനിക് അറ്റാക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പാനിക് അറ്റാക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ വിചാരിക്കുന്നത് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ അവർ മരിച്ചു പോകും എന്നുള്ള പേടി അവർക്ക് വരും. അതുപോലെ തന്നെ ഈ പാനിക് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് പിന്നീട് വരുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട് തന്നെ പാനിക് അറ്റാക്ക് കൂടാൻ ചാൻസ്. എങ്ങനെ നമുക്ക് പാനിക് അറ്റാക്ക് മാറ്റാം? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. നിങ്ങൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോകണമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ അവിടെ ഒരു പാമ്പിനെ കാണാണ്. എന്ത് സംഭവിക്കും? നിങ്ങൾ ചിലപ്പോൾ ചാടി രക്ഷപ്പെടാൻ നോക്കും, അല്ലെ? ആ സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ നിങ്ങളുടെ ശ്വാസം കൂടും, നിങ്ങൾ വേർക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ആക്ച്വലി ഫിയർ റെസ്പോൺസ് ആണ്. അതായത് നമ്മളുടെ ബ്രെയിൻ അവിടെ ഒരു ഡേഞ്ചർ കണ്ടതുകൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു, നമ്മളുടെ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു, അതുകൊണ്ട് നമ്മളെ അലേർട്ട് ആക്കും. അപ്പോൾ ഈ അലേർട്ട് ആയില്ലെങ്കിൽ നമ്മൾ ഡേഞ്ചറിൽ പെട്ടുപോകും. ഇതേ സംഭവം തന്നെയാണ് ആക്ച്വലി നമുക്ക് ആൻസൈറ്റി വരുമ്പോൾ, പാനിക് അറ്റാക്ക് വരുമ്പോഴും സംഭവിക്കുന്നത്. നമ്മളുടെ ബ്രെയിൻ ഒരു ഡേഞ്ചർ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഇതേ രീതിയിൽ പാനിക് അറ്റാക്ക് വരുന്നത്. അതായത് നമ്മളുടെ ബ്രെയിൻ തെറ്റായിട്ട് ഒരു ഡേഞ്ചർ അവിടെ കാണുന്നു. ആ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു, നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു. അങ്ങനെയാണ് നമുക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. പാനിക് അറ്റാക്ക് മെയിൻ ആയിട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ പണ്ട് നടന്ന സംഭവങ്ങൾ, അതായത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങളാകാം. ഇതെല്ലാം നമ്മളുടേക്ക് വരുമ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യും. ഈ ട്രിഗർ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ വിചാരിക്കും അവിടെ എന്തോ ഡേഞ്ചർ ഉണ്ട്. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ബ്രെയിൻ ഇതുപോലെ ബോഡിലി സിംറ്റംസ് നമ്മളിൽ ഉണ്ടാക്കും. പാനിക് അറ്റാക്ക് മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പാനിക് അറ്റാക്ക് വരുന്ന പല ആൾക്കാരും അവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുന്നുണ്ടാവും. അങ്ങനെ പല ആൾക്കാരും ഹാർട്ടും എല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും അവർ വിചാരിക്കും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാണ്, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കും. പക്ഷെ മനസ്സിലാക്കുക, ഈ പാനിക് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെയാണ് നമുക്കുണ്ടാവുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതുപോലെ പാനിക് അറ്റാക്ക് വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അവെയർ ആകുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബ്രെയിൻ തെറ്റായിട്ട് ഒരു ഡേഞ്ചർ പെർസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണിത്. അപ്പോൾ നമുക്ക് മരിച്ചു പോകുമെന്നും ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നും. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സ്ലോ ഡൗൺ ആക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഡേഞ്ചറിന്റെ സമയത്ത് നമുക്ക് സ്ലോ ബ്രീതിങ് പോസിബിൾ അല്ല. പല ആൾക്കാരും പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ദേഷ്യം വരുമ്പോൾ, ടെൻഷനൊക്കെ വരുമ്പോൾ ആൾക്കാർ പറയും ഡീപ്പ് ബ്രീതിങ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ ബ്രീതിങ് ഒന്ന് സ്ലോ ആക്കാൻ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഡേഞ്ചറിന്റെ സമയത്ത് നമുക്ക് സ്ലോ ബ്രീതിങ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ പാനിക് അറ്റാക്ക് വരുമ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രീതിങ് ഒന്ന് സ്ലോ ഡൗൺ ആക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡീപ്പ് ബ്രീതിങ് എടുക്കാനോ അല്ലെങ്കിൽ പതുക്കെ നിങ്ങളെ തന്നെ സ്ലോ ഡൗൺ ആക്കിയിട്ട് പതുക്കെ ബ്രീതിങ് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കും ഒരു ഡേഞ്ചർ ഇല്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് താനെ കുറയും. അങ്ങനെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബ്രീതിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. ഇപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ ആണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ, പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇനിയും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് വരുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണം. പാനിക് അറ്റാക്ക് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന തെറപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, അല്ലെങ്കിൽ CBT എന്ന് പറയും. സോ നിങ്ങൾ എന്തായാലും ടെൻഷൻ കൂടുകയാണെങ്കിൽ, ഇതുപോലത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അധികം വൈകിക്കാണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കുക. സോ നിങ്ങൾ പേടിക്കാണ്ടിരിക്കുക, ബ്രീതിങ് എപ്പോഴും സ്ലോ ഡൗൺ ആക്കാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലോ ഇതുപോലെ ആൻസൈറ്റി, പാനിക് അറ്റാക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ധാരാളം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ.